പ്രാവശ്യം ഇയാൾക്ക് ഇത്ര രൂപ കൊടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടോ? അതല്ല ഇവിടെ വിഷയം. അപ്പൊ ഇവിടെ ഇരുന്ന് തന്നെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇന്ന വർഷം അത് നമ്മുടെ എന്റെ കാണുന്നത് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നവർ എന്റെ ഇതേ കണക്കുള്ള ഈ ഒരു ശബ്ദവും എന്റെ ഈ ഒരു പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നതും ഒക്കെ ഇങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതേ കണക്ക് തന്നെ വീണ്ടും തുടർന്ന് പോകാനുള്ള കാര്യം. ഒരേ നമ്പർ 12 വർഷമായിട്ട് നിൽക്കുന്നുണ്ട്. തീർന്ന സമയത്ത് ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഐശ്വര്യഭവനത്തിലേക്ക് സ്വാഗതം. ഹലോ 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 മാഡം, പേര് പറയൂ. ഹലോ, പേര് പറഞ്ഞോളൂ. ഇന്ദിര കുത്തഞ്ചേരി വിളിക്കുന്നേ. പുത്തഞ്ചേ. ഓക്കെ സാറോട് സംസാരിച്ചോളൂ. ഞങ്ങളുടെ വീട് ഒരു 60 വർഷം പഴക്കമുള്ള വീടാണ് സാറേ. അത് കിഴക്ക് പടിഞ്ഞാറായിട്ടാണ്. 2 കുട്ടികളുണ്ട്, ആൺകുട്ടികള്. 9ാം ക്ലാസ് വരെ നന്നായി പഠിച്ചിരുന്നു. ഇപ്പൊ 2 പഠിക്കാനായിട്ട് ഭയങ്കര പിന്നാക്കം. അപ്പൊ അവരിപ്പോ അതായത് പൊതുവിൽ എനിക്ക് പറയാനുള്ളത് അവരിപ്പോ എവിടെ ഇരുന്നാണോ പഠിക്കുന്നത് ആ ഭാഗത്ത് നിന്ന് കിഴക്കോട്ട് നോക്കിയിരുന്നോ ഇല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറോട്ട് നോക്കിയിരുന്ന് പഠിക്കാൻ വേണ്ടി പറയാ. ഇത് മാത്രമേ ഇപ്പൊ ഇതിൽ കൂടി എനിക്ക് മറുപടി പറയാൻ കഴിയൂ. ഇല്ലെങ്കിൽ പിന്നെ നേരിട്ട് കാണേണ്ടി വരും. അതായത് ഇപ്പോഴും എങ്ങോട്ട് നോക്കിയാണോ ഇരുന്ന് പഠിക്കുന്നത് അത് തിരിച്ച് ആക്കുക. ആ റൂമിൽ നിന്നുള്ള പഠനം മതിയാക്കുക. അതൊന്ന് ചെയ്ത് നോക്കാൻ പറയൂ. ഓക്കെ. അപ്പൊ നമ്മള് പറഞ്ഞു ശേഷം എനർജിയുടെ കാര്യം പറഞ്ഞു. എനർജിയുടെ വീടിന്റെ നമ്മുടെ പോസിറ്റീവ് ആയിരിക്കണം. അതെ, പോസിറ്റീവ് ആയിരിക്കണം. ശരീരം നോക്കുന്ന പോലെ തന്നെ അത് നമ്മൾ വീട്ടിൽ നോക്കേണ്ടിരിക്കണം. അപ്പൊ ഒരു ചോദ്യമായിരുന്നു, ഒരു വട്ടം ഫെങ്ഷി നോക്കി നമ്മുടെ കണ്ട വീണ്ടും നമ്മൾ ചെയ്യണം. അപ്പൊ വർഷം തോറും നമുക്ക് ഇപ്പൊ ചെയ്തൊരു ബിസിനസ് ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമല്ല. അപ്പൊ അവർക്ക് വേണമെങ്കിൽ എന്നോട് വിളിച്ചു നോക്കി. കഴിഞ്ഞ വർഷം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പടിഞ്ഞാറ് വശത്തായിട്ട് ഒരു ക്ലാസ് എടുത്തതിന് ശേഷം അതിനകത്ത് പകുതി പരലുപ്പ് ഇല്ലെങ്കിൽ കല്ലുപ്പ് ഇട്ടതിന് ശേഷം കഴിഞ്ഞ വർഷം നമ്മൾ കാണിച്ചു. കഴിഞ്ഞ വർഷം കാണിച്ചത് പടിഞ്ഞാറ് വശത്തായിട്ട് ഒരു ക്ലാസിന്റെ ക്ലാസ് ടെംബ്ലർ എടുക്കുക. അതിന്റെ ഇടയിൽ ചെറിയൊരു റൗണ്ട് പാത്രവും ക്രിസ്റ്റൽ പാത്രവും വെച്ചിട്ട് പകുതി കല്ലുപ്പ് നിറയ്ക്കുക. കല്ലുപ്പ് പകുതി കല്ലുപ്പ് നിറച്ചതിന് ശേഷം അതിന്റെ മുകളിലായിട്ട് 6 നാണയങ്ങളിടും, കോപ്പർ കോയിൻസ് ഇട്ടതിന് ശേഷം അതിനകത്ത് ആ കോയിൻ മറയുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം അത് വടക്ക് പടിഞ്ഞാറ്, കാരണം ഇപ്പൊ 5 നിൽക്കുന്നത് വടക്ക് പടിഞ്ഞാറാണ്. അപ്പൊ ആ വടക്ക് പടിഞ്ഞാറ് വശത്ത് വെക്കാൻ പറഞ്ഞു. ആ വടക്ക് പടിഞ്ഞാറ് വശത്ത് വെച്ചതിന് ശേഷം ഒരു കാരണവശാലും നമ്മൾ അതിനെ ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പൊ ഒരുപാട് ആൾക്കാർ കേരളത്തിന് പുറത്തുമായിട്ട് ഒരുപാട് വീടുകളിൽ ഇത് ഇപ്പോഴിരിക്കുകയാണ് ഈ സംഭവം. അപ്പൊ അത് എങ്ങോട്ട് മാറ്റണം, ACV കാണുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പൊ അത് എങ്ങോട്ട് മാറ്റണം എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ സാധനത്തിന് ഒരു കാരണവശാലും കൈകൊണ്ട് വിടാതെ അതേ അളവ് തന്നെ കീപ്പ് ചെയ്ത് പോകണമെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. അപ്പൊ ഇതിനിപ്പോ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ ഈ ഫെബ്രുവരി 4 ആവുമ്പോഴത്തേക്ക് തീർച്ചയായും ഒരു ഗ്ലൗസ് കയ്യിലിട്ടതിന് ശേഷം ഒരു പ്ലാസ്റ്റിക്കിന്റെ ഏതെങ്കിലും കവർ എടുത്തിട്ട് ആ കതിരെടുത്ത് ആ പാത്രവും കല്ലുപ്പ് ആ നാണയവും എല്ലാം കൂടി അതിനകത്ത് നിറച്ചതിന് ശേഷം എവിടെയെങ്കിലും കൊണ്ടുപോയി ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി വിട്ടേക്കുക. നേരത്തെ ഇരുന്നത് എന്നിട്ട് വീണ്ടും പുതിയതായിട്ട് നിറച്ചിട്ട് ആ 5 വരുന്ന പടിഞ്ഞാറ് ഭാഗത്താണ് വരുന്നത്, അങ്ങോട്ട് മാറ്റാം. അതുപോലെ തന്നെ അതേ സാധനം തന്നെ പടിഞ്ഞാറ് വശത്തോട്ട് മാറ്റാം. ഇരുന്ന സാധനം കൊണ്ട് കളഞ്ഞിട്ട് അതല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും റെമഡി എന്ന് പറയുന്നത് നമ്മുടെ 5 എലമെന്റ് പകോട. ഈ സംഭവം ഇത് പടിഞ്ഞാറ് വശത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട രീതിയിൽ ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. അത് ചെയ്തതിനു ശേഷം ഊർജ്ജവൽക്കരിച്ചവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനുള്ള പരിഹാരം. ശരിക്കും പറഞ്ഞാൽ ഇത് ഉപയോഗിക്കാത്തതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇത് ഏത് ഒരു ഫെങ്ഷി കൺസൾട്ടന്റ് ഇത് ഉപയോഗിക്കാറില്ല. കാരണം വെച്ചാൽ നല്ല വിലയുണ്ട്. നല്ല വിലയുള്ളത് കൊണ്ടാണ് ഈ സാധനം ആരും ഉപയോഗിക്കാത്തത്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു നാണയങ്ങളിടണം, അതിന് കുറച്ച് മണ്ണ് ക്രിസ്റ്റൽ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് വേണം ഇതിനെ നമുക്ക് ചെയ്യാനുള്ളത്. ഊർജ്ജവൽക്കരിച്ച് അവിടെ ചെയ്യാനുള്ളത് ക്രിസ്റ്റൽ ഹീലിംഗ് എന്ന് പറയുന്നത്. ഈ ആവ വെക്കേണ്ടതെല്ലാം ക്രിസ്റ്റൽ വെക്കേണ്ടത് വടക്കുവശത്താണ്. അപ്പൊ അവിടെ വെച്ച് കൊടുക്കാം. മൂവിംഗ് വാട്ടറിന്റെ സ്ഥാനം അതാണ്. ഇപ്പൊ എല്ലാ വർഷവും നമ്മൾ വെക്കുന്ന മെറ്റൽ ആമയാണ് വെക്കുന്നത്. ഇപ്പൊ വന്നിരിക്കുന്ന ക്രിസ്റ്റൽ ആമയാണ് അവിടെ വെക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ച് സാധനങ്ങൾ മാത്രം വിശ്വാസങ്ങൾക്കനുസരിച്ച് നമുക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലത്. അതല്ലെങ്കിൽ ഒന്നും വേണ്ട, നിറങ്ങൾ കൊടുക്കാം. നിറങ്ങൾ മാത്രം നമ്മൾ റെഡ്, അതെ കഴിഞ്ഞ വർഷം റെഡ് ആയിരുന്നു. ഈ പ്രാവശ്യം വടക്ക് വശത്തായിട്ട് നമുക്കുണ്ടെങ്കിൽ നല്ല കണ്ണീല പെയിന്റ് കൊടുക്കാം. കിഴക്ക് വശത്തായിട്ട് നല്ല ഗ്രീൻ നിറം കൊടുക്കാം, പച്ച നിറം കിഴക്ക് വശത്തായിട്ട് കൊടുക്കാം. നമുക്ക് പിന്നെ വന്നിട്ട് വടക്ക് കിഴക്ക് വശത്തായിട്ട് ലൈറ്റ് ബ്ലൂ നിറം കൊടുക്കാം, ഇല്ലെങ്കിൽ ബ്രൗൺ നിറങ്ങൾ കൊടുക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നിറങ്ങൾ കൊടുത്തിട്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ 8 ക്രിസ്റ്റലുകൾ വന്നുണ്ടെങ്കിൽ വടക്ക് വശത്തായിട്ട് നമുക്ക് ഹാങ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പൊ എന്തൊക്കെ ആയിരുന്നാലും ഒരു വീട് വന്ന് നേരിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് ഫെങ്ഷുയി ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇതിനെ വിഭാഗിതരാകാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഈ വർഷം ഏറ്റവും നല്ലൊരു നമ്പർ വരുന്നത് സൗത്ത് വെസ്റ്റ് ഭാഗത്താണ്, നമ്പർ 9 വരുന്നത്. ആ 9 അവിടെ വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ ഒരു 8 ക്രിസ്റ്റലുകൾ, ചെറിയ ക്രിസ്റ്റൽ അവിടെ നമുക്ക് ഹാങ് ചെയ്ത് വെച്ച് കൊടുക്കാം. അതെ ക്രിസ്റ്റൽ, അതെ ആ സംഭവം 9 കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ? അതായത് നമ്മൾ ലോഷു ഉണ്ട്. ലോഷു എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഓരോ വിഭാഗത്തിന് എന്ന് പറയുമ്പോഴത്തേക്ക് റിലേഷന്റെ സ്ഥാനം എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ആണ്. ഓക്കെ,
റിലേഷൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റാണ്. ആ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ഇതിനൊക്കെയുള്ള ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഈ അടുത്തായിട്ട് ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ആ വീടിൻ്റെ സൗത്ത് വെസ്റ്റ് ഭാഗം കട്ടായി കിടക്കുന്നു. അത് ഇന്നലെ തൃശ്ശൂരായിരുന്നു. ആ വീടിൻ്റെ സൗത്ത് വെസ്റ്റ് ഭാഗം കട്ടായി കിടക്കുകയും ചെയ്തിരിക്കുന്നു. അന്ന് ആലോചിച്ചുകൊണ്ട് അന്തരം, അതായത് സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ഭാഗം ഒരു കാരണവശാലും മിസ്സിംഗ് ഏരിയ ആവാൻ പാടില്ല. അങ്ങനെ മിസ്സിംഗ് ഏരിയ ആയിക്കഴിഞ്ഞാൽ അവിടെ വിവാഹിതരായവരുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും, ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതയും, വീട്ടിലുള്ളവർ തമ്മിൽ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും, സാമ്പത്തികമായിട്ട് അധിക ചിലവുണ്ടാകാനുള്ള സാധ്യതയല്ല, അതാണ് സാധ്യതയൊന്നുമല്ല, അങ്ങനെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചിരിക്കും. അങ്ങനെ സാധ്യത എന്നല്ല പറയുന്നത്, അങ്ങനെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം ആ സൗത്ത് വെസ്റ്റ് കോർണറും ഇല്ലായിരുന്നു, അവിടെ തന്നെയായിരുന്നു സെപ്റ്റി ടാങ്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, സൗത്ത് വെസ്റ്റ് കോർണർ അവിടെ വേണമായിരുന്നു, അതില്ല, അത് വിട്ടുപോവുകയും ചെയ്തു. പോരെങ്കിലോ അവിടെയാണ് സെപ്റ്റി ടാങ്ക്. അപ്പോൾ ഇരുട്ടടി 2 അടി ഒന്നിച്ചാണ് കിട്ടിയിരിക്കുന്നത് ആ കുടുംബത്തിന്. അപ്പോൾ അത് മാറ്റാതെ, അപ്പോൾ ശരിക്കും സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ നല്ല വിദ്യാസമ്പന്നയായ ആ യുവതിയുടെ ബന്ധം വേർപെട്ടു പോയി. സമയം തീർന്നു, ഏകദേശം തീർന്നു. അപ്പോൾ എന്തായിരുന്നാലും 2015 എന്ന് പറയുന്നത് ഷീപ്പ് ഇയർ ആണ്. എല്ലാവർക്കും ഐശ്വര്യഭവനത്തിന്റെ എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും നന്മകളും സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുക. ഐശ്വര്യഭവനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.